അനുജ രണ്ടാം ഘട്ട പട്ടിക ഇന്ന് ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലമായ പെരുമ്പാവൂർ, ഒപ്പം തന്നെ ഈ എംപിമാർ ആവശ്യമുന്നയിച്ചിരിക്കുന്ന കോന്നി, കണ്ണൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ പട്ടികയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇവിടെയൊക്കെ വലിയ രീതിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ നേരത്തെ നിലനിന്നിരുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം ഉണ്ടായപ്പോഴും വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് അവിടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അരുവിക്കരയിൽ ശിവകുമാർ തന്നെ എന്നാണ് അറിയാൻ കഴിയുന്നത്. നെടുമങ്ങാട് മീനാങ്കൽ കുമാർ, BR-M ഷഫീർ എന്നിവരുടെ പേരുകളാണ് അവസാന ഘട്ടത്തിലുള്ളത്. വാമനപുരത്ത് പാലോട് രവിയും സുധീർ ഷാ പാലോടുമാണ് അന്തിമഘട്ട പരിഗണനയിലുള്ളത്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ചില മേഖലകൾ ഇപ്പോൾ പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെയുള്ള മണ്ഡലങ്ങളിൽ ഇന്നലത്തെ പ്രഖ്യാപനത്തിൽ എവിടെയും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ തന്നെ ഇന്ന് സ്ഥാനാർത്ഥികളുണ്ടാകും. ഒപ്പം തന്നെ ഏറെ നമ്മൾ ഈ കാത്തിരിക്കുന്ന നേരത്തെ ഈ പ്രശ്നങ്ങൾ ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ കേട്ട തർക്കമുള്ള മേഖലകളിൽ ഒരുപക്ഷെ വൈകാൻ തന്നെയാണ് സാധ്യത. അതാണ് ഏതാണ്ട് മുഴുവൻ സീറ്റുകളിലും പ്രഖ്യാപനം എന്ന തരത്തിലേക്ക് ഏതാണ്ട് എന്നൊരു വാക്ക് സണ്ണി ജോസഫ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ പട്ടികയും ഇന്ന് പുറത്തു വരാനുള്ള സാധ്യത വിരളം എന്നതാണ് വിനീത വിജയ് അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.